ഞാനിന്ന് മുട്ടപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വന്നാൽ ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം കറിയൊന്നുമില്ലെങ്കിൽ നമ്മളത് വേസ്റ്റ് ബാസ്ക്കറ്റ് തള്ളും അല്ലേ. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെയൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും സാധനമാണ് വേണ്ടത്. നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും സാധനം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എത്രയാണോ നിങ്ങൾ പുട്ടെടുക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനിവിടെ 2 പേർക്കാണ്, അതുകൊണ്ട് ഒരു അര സവാള എടുത്തിട്ടുള്ളൂ. കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും, ഇത്രയാണ് എൻ്റെ ക്വാണ്ടിറ്റി. ഇത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് മുട്ടയാണ്. മുട്ട അധികം ആവാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ഞാൻ 2 പേർക്കായതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്ര പേർക്കാണോ അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മൾ പുട്ട് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ പുട്ട് രാവിലെ എന്നും പുട്ടും കറിയും കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വേവിച്ച പുട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ഇട്ടത്, കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ചിക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ പുട്ട്, ഞാൻ വേവിച്ച പുട്ട് ഉടച്ച് ഇതിൽ തേങ്ങ ഓൾറെഡി ഉണ്ട്. അപ്പോൾ തേങ്ങയും പുട്ടും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ പരിപാടി. ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് രണ്ടും കലർത്തി കഴിഞ്ഞ ഉപ്പും കൂടി നോക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ രാവിലെ ആയാലും നമുക്ക് പുട്ടും കുറ്റിയിൽ വേവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അല്ലെങ്കിൽ രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വെരി ഈസിയാണ്. വെറുതെ പുട്ട് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ പുട്ടും കറിയും വീണ്ടും കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മുട്ടപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കൂ.